ഇനി നാം കാണാൻ പോകുന്ന ഉത്തർപ്രദേശിലെ ചില സംഘിണി ചേച്ചികളുടെ പരാമർശം ഒറ്റയടിക്ക് നമുക്ക് ചിരി തോന്നിപ്പിക്കുമെങ്കിലും നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കാൻ പോകുന്നതാണ് അത്. अगर हमें 5000 का सिलेंडर भी मिलेगा तो हम 5000 का सिलेंडर लेंगे, लेकिन मोदी योगी को वापस लेके आएंगे. हम कमा के खा लेंगे, 5000 का सिलेंडर ले लेंगे, 500 रुपए लीटर पेट्रोल ले लेंगे, बट मोदी सरकार अगेन चाहिए हमें. കേട്ടില്ലേ? 500 രൂപ പെട്രോളിനായാലും 5000 രൂപ ഗ്യാസിനായാലും ഒരു കുഴപ്പവുമില്ല. നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കണം, യോഗി തന്നെ ഉത്തർപ്രദേശ് ഭരിക്കണം. ഇതാണ് ആ കുലസ്ത്രീകളുടെ നിലപാട്. മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചാലും പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിവിശേഷമുണ്ടായാലും നരേന്ദ്രമോദി തന്നെ ഭരിച്ചാൽ മതി എന്ന മനോഭാവമുള്ള മനുഷ്യരുള്ള ഒരു നാട്ടിൽ ഇവരെയൊക്കെ എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് എന്ന് ചോദിച്ചാൽ നമുക്കുത്തരമില്ലാതെ വരും. അത്രമാത്രം അന്ധഭക്തരായ ഒരു കൂട്ടം ജനതയെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യം ഈ വാചകം കേൾക്കുമ്പോൾ. अगर हमें 5000 का सिलेंडर भी मिलेगा तो हम 5000 का सिलेंडर लेंगे, लेकिन मोदी योगी को वापस लेके आएंगे. हम कमा के खा लेंगे, 5000 का सिलेंडर ले लेंगे, 500 रुपए लीटर पेट्रोल ले लेंगे, बट मोदी सरकार अगेन. നോക്കൂ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് അത്രമേൽ ആവേശം നരേന്ദ്രമോദിയോട് തോന്നുന്ന അത്രമേൽ കടുത്ത സംഖ്യകളായ ഈ സ്ത്രീകൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതായത് ഇവിടെ ഗ്യാസിൻ്റെ വില ഇനി കുറയാൻ പോകുന്നില്ല, പെട്രോളിൻ്റെ വില ഇനി കുറയാൻ പോകുന്നില്ല. എന്നാലും നരേന്ദ്രമോദി തന്നെ ഭരിക്കണമെന്നവർ ചിന്തിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? രാമക്ഷേത്രം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, ഹിന്ദുക്കളുടെ രക്ഷകൻ എന്നുള്ള പേരിൽ. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ ജനത ചിന്തിക്കുന്നത് തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നല്ല, തങ്ങൾക്ക് ആഹാരം കഴിക്കണമെന്നുള്ളതല്ല, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനമൊക്കെ വാങ്ങി അതിൽ പെട്രോളും അടിച്ച് പുറത്തൊക്കെ കറങ്ങി നടക്കണമെന്നുള്ളതല്ല. മറിച്ച് 5000 രൂപ ഗ്യാസിനായാലും 500 രൂപ പെട്രോളിനായാലും അതൊക്കെ ഞങ്ങൾ സഹിച്ചുകൊള്ളാം, ഞങ്ങളുടെ മോദി ഞങ്ങളെ ഭരിച്ചാൽ മതി എന്നുള്ള ചിന്ത അവർക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ അതാണ് നരേന്ദ്രമോദിയും BJPയും ഈ രാജ്യത്ത് സൃഷ്ടിച്ചെടുത്ത വലിയ അപകടം. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും സാരമില്ല, എൻ്റെ അയൽവക്കത്തുള്ളവനെ മതത്തിൻ്റെ പേരിൽ ഇവർ വേട്ടയാടിയാലും കുഴപ്പമില്ല, എനിക്ക് മോദി ഭരിച്ചാൽ മതി, യോഗി ഭരിച്ചാൽ മതി എന്നവർ ചിന്തിക്കുമ്പോൾ ആ ചിന്ത എത്രമാത്രം വിഷം കുത്തിവച്ചിട്ടുണ്ടാകുന്നതാണ് എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ രാജ്യത്ത് BJPയുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ജനങ്ങളെ എത്രമാത്രം അപകടകരമായ നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് ഈ സ്ത്രീകൾ നമ്മളോട് കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരും. 5000 രൂപയായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ത്രീകൾ, പെട്രോളിന് 500 രൂപയായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ത്രീകൾ, ഇവർ എങ്ങനെ നാളെ ജീവിക്കുമെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. മോദി 15 ലക്ഷം രൂപ ഇനിയും കൊണ്ട് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. അതുകൊണ്ട് 15 ലക്ഷം കൊടുക്കുന്നത് കൊണ്ട് ഈ ഗ്യാസ് വാങ്ങിക്കാം, പെട്രോൾ അടിക്കാം, 500 രൂപയായാലും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനതയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇതാണ് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പറഞ്ഞത്. മോദി എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നേട്ടം. അത് ശരിയാണ് എന്ന് ഈ സ്ത്രീകൾ തെളിയിക്കുന്നുണ്ട്. अगर हमें 5000 का सिलेंडर भी मिलेगा तो हम 5000 का सिलेंडर लेंगे, लेकिन मोदी योगी को वापस लेके आएंगे. हम कमा के खा लेंगे, 5000 का सिलेंडर ले लेंगे, 500 रुपए लीटर पेट्रोल ले लेंगे, बट मोदी सरकार अगेन. അവിടെയും ഇവിടെയുമൊക്കെയായി ഒത്തുചേരുന്ന 500 ആളുകളെ കണ്ട് ആവേശമിളകി തമിഴ്നാട്ടിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൈസായി അങ്ങ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇങ്ങനെ വട്ടവിട്ട് പറക്കാൻ ഈ നാട് ഒരു പക്ഷി സങ്കേതമല്ല എന്നാണ് സിമ്പിളായി MK സ്റ്റാലിൻ പറഞ്ഞത്. பிரதமர் மோடியால் இப்படி பட்டியல் போட முடியுமா? தேர்தல் சீசனுக்கு மட்டும் பிரதமர் வர்ற தமிழ்நாடு என்ன பறவைகளுடைய சரணாலயமா? தமிழ்நாட்டுக்கு வந்தா வணக்கம், எனக்கு இட்லியும் பொங்கலும் பிடிக்கும்,
தமிழ் பிடிக்கும், திருக்குறள் பிடிக்கும், ஓட்டு போடுங்க கேட்கிற பிரதமர், நாம கேட்கிறோம் தமிழ் பிடிக்குன்னு சொல்லிட்டு தமிழ் வளர்ச்சிக்கு 74 கோடி ரூபாய் தான். ஆனால் சமஸ்கிருதத்தினுடைய வளர்ச்சிக்கு 1488 கோடி ரூபாய் ஏன் என்று கேட்கிறோம். பாசிசத்தை வீழ்த்த, இந்தியாவை காக்க உங்கள் ஸ்டாலின் அழைக்கிறேன். 40 நமதே, நாடும் நமதே. 40 நாடும், 40 നാടും 40 നന്ദി. എന്തൊരു കരുത്തുള്ള വാക്കുകളാണിത്. തമിഴ്നാടിനെ നിരന്തരമായി തളർത്താൻ ശ്രമിക്കുന്ന, തമിഴ് ഭാഷയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന, ദ്രാവിഡ സംസ്കാരത്തെ ചവിട്ടിയെറിയണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എനിക്ക് തമിഴ് ഇഷ്ടമാണ്, വണക്കം പറയുന്നു, എനിക്ക് പൊങ്കൽ ഇഷ്ടമാണ് എന്ന് പറയുന്നു, എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഈ നാടിനു വേണ്ടി എന്തു ചെയ്തിട്ടാണ് ഈ പ്രധാനമന്ത്രി ഇങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് തമിഴ് മക്കളെ കയ്യിലെടുക്കാൻ നോക്കുന്നത് എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ പ്രസംഗിക്കുന്നത് പോലെ 500 1000 ആളുകളുടെ മുന്നിൽ നിന്നല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലാണ്. അത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്നും പെരുപ്പിച്ച് കാട്ടുന്നതല്ല. അത്രമേൽ ജനക്കൂട്ടം ഓരോയിടത്തും സ്റ്റാലിൻ്റെ പ്രസംഗം കേൾക്കാനെത്തുന്നു. അവിടെയെല്ലാം നരേന്ദ്രമോദിയെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുമുണ്ട്. ഫാസിസത്തിൻ്റെ വേരറുത്തു കളയാൻ തമിഴ്നാട് ജനത 40 40 ഇന്ത്യ സഖ്യത്തിന് നൽകും എന്ന പ്രഖ്യാപനമാണ് ഓരോയിടത്തും സ്റ്റാലിൻ നടത്തുന്നത്. നരേന്ദ്രമോദിയെ ഏറ്റവും നന്നായി തുറന്നുകാട്ടാൻ തൻ്റെ ഓരോ പ്രസംഗവേദികളിലും MK സ്റ്റാലിന് സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ BJPക്കെതിരായ പോരാട്ടത്തിന് നെടുനായകത്വം വഹിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ സ്റ്റാലിൻ്റെ പ്രസംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മഹാസഖ്യത്തിന് മുതൽക്കൂട്ടാവുകയാണ്, നരേന്ദ്രമോദിക്കുള്ള കനത്ത പ്രഹരമാവുകയാണ്. 40 40 തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നും ഉറപ്പാക്കാൻ സ്റ്റാലിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. காலத்துல அவங்க அறிவிச்ச ஒரே ஒரு சிறப்பு திட்டமான எய்ம்ஸ் மருத்துவமனையை கூட கட்டித்தராம தமிழ்நாட்டுக்கு மன்னிக்க முடியாத துரோகங்களை செஞ்சாங்களே. இந்த எய்ம்ஸ் கூட அறிவிச்சு மத்த பாஜக ஆளுகிற மாநில எய்ம்ஸ் மருத்துவமனை எல்லாம் பயன்பாட்டுக்கு வந்துருச்சு. ஆனா மதுரைக்கு எய்ம்ஸ் வரல. தேர்தல் சீசனுக்கு மட்டும் பிரதமர் வர்ற தமிழ்நாடு என்ன பறவைகளுடைய சரணாலயமா? தமிழர்கள் மேல் மட்டும் அவருக்கு ஏன் இத்தனை வன்மம்? தமிழர்கள் இந்த நாட்டோட குடிமக்கள் இல்லையா? நாங்கள் என்ன இரண்டாந்தர குடிமக்களா? ஏன் இந்த ஓர வஞ்சனை? எப்படி உங்களால ஓட்டு கேட்க வர முடியுது? மக்கள் ஆதரவோட நாடு முழுக்க பேசப்படுகிற நம்முடைய திராவிட மாடல் அரசு குஜராத் மாடல்னு போட்டோஷாப் மூலமா போலியா கட்டமைச்சு அந்த மாடலை உடைச்சி நொறுக்கிடுச்சே என்ற அந்த வன்மத்துல தமிழ்நாட்டுக்குள்ள மட்டும் பொய் பிரச்சாரம் செய்வதில்லை, வட மாநிலங்களையும் தமிழ்நாட்டை பத்தி பொய்யான தகவல்களை ஆதாயம் தேட முயற்சிக்கிறார் பிரதமர்.